ഹലോ, എല്ലാവരും ബിസിയാണോ ഫ്രണ്ട്സ്? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ആരെങ്കിലും നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാ വായില് വെള്ളൂറും അല്ലേ? വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇനി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണം കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ശരീരഭാരം കുറയ്ക്കാൻ ആലോചിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഭക്ഷണം കുറയ്ക്കുന്നത് നിർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഒരു വില്ലനായി കാണാൻ ശ്രമിക്കാതെ ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണം കഴിക്കുന്നത് ഒരു തടസ്സമല്ല. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞു കഴിക്കണം. ഇത്തരത്തിൽ കഴിച്ചാൽ തടി കുറയ്ക്കാൻ മാത്രമല്ല ആരോഗ്യമുള്ളവരാകാനും സാധിക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ച് ശരീരഭാരം കുറയ്ക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ 5 മുതൽ 10 മില്ലി ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുക. ഇത് കുടിക്കുന്നത് മൂലം ശരീരത്തിലെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് വേഗത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അസിഡിക് ആസിഡ് വയറ് നിറഞ്ഞതായി തോന്നുകയും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ പ്രഭാത ഭക്ഷണം വളരെ പ്രധാനമാണ്. രാവിലത്തെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ രാവിലെ ശീലമാക്കിയാൽ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കണമെന്ന തോന്നൽ കുറയും. ഉദാഹരണത്തിന് രാവിലെ ദോശ, ഓട്സ്, ഉപ്പുമാവ്, അപ്പം എന്നിവ കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ അപ്പത്തിൽ ജീരകപ്പൊടിയും ചേർക്കാം. ഇവ മാത്രമല്ല, ഗ്രീൻ പീസ്, പയറ്, കശുവണ്ടിപ്പരിപ്പ് എന്നിവയും നമുക്കിതിൽ ചേർക്കാം. ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ലഞ്ച് സമയത്ത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മറ്റ് പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിശക്കുന്നത് പോലെ കഴിക്കുക എന്നതാണ്. അമിതമായി ഭക്ഷണം കഴിക്കരുത്. ധാരാളം ഭക്ഷണം കഴിച്ചാൽ കൃത്യം 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വിശപ്പ് തോന്നും. വിശപ്പ് തോന്നിയില്ലെങ്കിൽ അത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന്റെ സൂചനയായിരിക്കാം. ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ 2 മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയും ഉയർന്ന ജലാംശമുള്ള പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കറിയുമായിരിക്കണം. മത്തങ്ങ, ബീട്രൂട്ട്, പച്ചക്കായ, പടവലങ്ങ എന്നിവയാണ് ഉയർന്ന ജലാംശമുള്ള പച്ചക്കറികൾ. ഇവ മാത്രമല്ല, ക്യാരറ്റ്, ക്യുക്കുംബർ ഇവ കൊണ്ട് ഒരു സാലഡ് നമുക്ക് കഴിക്കാം. വൈകുന്നേരം ആയ പിന്നെ നമുക്ക് ലഘുഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. സാധാരണയായി നമ്മൾ കഴിക്കാറ് ചോക്ലേറ്റ്, ചിപ്സ്, പേസ്ട്രി ഇവയൊക്കെയാണല്ലോ. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വൈകുന്നേരങ്ങളിൽ ഗ്രീൻ ടീ കഴിക്കണം. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് നട്ട്സ്, ഫ്രൂട്ട്സ് ഇവയെല്ലാം ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് ഈ സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കൊഴുപ്പ് എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇത് മെറ്റബോളിസവും വർദ്ധിപ്പിക്കുന്നു. ഇനി ഒരു ദിവസത്തെ അവസാന ഭക്ഷണമായ അത്താഴത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. അത്താഴ സമയത്ത് ദഹനം വേഗത്തിൽ നടക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. ഉദാഹരണത്തിന് പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്ന സൂപ്പുകൾ. രാത്രിയിൽ ഈ സൂപ്പുകൾ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുവാനും നല്ല ഉറക്കത്തിനും ഗുണം ചെയ്യും. മലവിസർജനത്തിനും സഹായിക്കുന്നു. ഇത് വയറിളക്കം, ആസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കും. ഇനി എന്തിനാ നമുക്ക് അധിക അഡ്വൈസ്? ഈ ഡയറ്റ് കൃത്യമായി പാലിച്ച് തടി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, വ്യായാമം ചെയ്യാൻ ആരും മറക്കരുത്. ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കുണ്ടായാൽ മനസ്സിന്റെ ആരോഗ്യവും സന്തോഷവും താനേ വന്നോളും. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഒരു വൈദ്യചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ആശ്രയിച്ച് ഡോക്ടേഴ്സിനെ കണ്ടതിനു ശേഷം ഈ നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.